ഹലോ എവറി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ നോർമൽ ബോഡി ഫങ്ഷൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ബോഡി സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസീസസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ആ ബോഡി കണ്ടീഷനെ നമുക്ക് ഡിസീസ് എന്ന് പറയാം. അപ്പം നമ്മളുടെ നോർമൽ ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഇത് എന്ത് വന്നാലും അത് എന്തിൻ്റെ അണ്ടറിൽ വരും? ഡിസീസസിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ. ആൻഡ് ആ ഡിസീസസ് തന്നെ പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അതായത് പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ. അപ്പോൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു അബ്നോർമൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, നമ്മളുടെ നോർമൽ ഫങ്ഷനിൽ നിന്നും എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഡിസീസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് തന്നെ രണ്ട് തരമാണ്. നമ്മളുടെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷനാണ് നോൺ കമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫെഷ്യസ് ഡിസീസ് ആയിരിക്കും, ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസസ് ആയിരിക്കും ഈ ഇൻഫെഷ്യസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ വരുന്നത്. ബട്ട് നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ഇപ്പം എനിക്ക് വന്നെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് വരണമെന്ന് ഇല്ല. അങ്ങനത്തെ ഉള്ള ഡിസീസസിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരാളിൽ നിന്ന് അടുത്തൊരാൾക്ക് മാൻഡേറ്ററി ആയിട്ട് സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസസിനെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് മാത്രമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പം നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക്. ഇപ്പം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് വരണമെന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പം എനിക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം എനിക്ക് എന്തുണ്ടാവുന്നത്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് വരുന്നത്. അപ്പം മറ്റൊരാൾക്ക് ആ കണ്ടീഷൻസ് ആയിരിക്കില്ല, അപ്പം അയാൾക്ക് അത് വരണം എന്ന് കമ്പൽസറി ഇല്ല, അല്ലെങ്കിൽ എന്നിൽ നിന്ന് അങ്ങോട്ട് എത്തും എന്നുമില്ല. സോ അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കും? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കും. ഓക്കെ. സോ അതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പറ്റിയാണ് കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രോ പാർട്ടാണ് എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ എന്നും പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? ഓക്കെ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പലപ്പോഴും നമ്മൾ ക്രോണിക് ഡിസീസസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് ഒരു ലോങ് ടേമിലേക്ക് നമ്മളുടെ ബോഡിയിൽ വരുന്ന ഒരു ഡിസീസസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ. സോ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പയർമെൻറ്റ് ഓഫ് ബോഡിലി സ്ട്രക്ചർ. ബോഡിയുടെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിലോ എന്തെങ്കിലും ഒരു ചേഞ്ചസ്, അതായത് നമുക്ക് വേണ്ട ചേഞ്ച് അല്ല, അൺഡിസൈറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മളുടെ ബോഡിയിൽ ഫങ്ഷനിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ വരുന്നത്. ഓക്കെ. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഈ ക്രോണിക് ഡിസീസസ്. അത് കുറച്ച് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് അതെന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് കാണും. സോ ഇറ്റ് പെർസിസ്റ്റ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അങ്ങനെയുള്ള ഡിസീസസിനെയാണ് നമ്മൾ ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. So it is an impairment of bodily structure and or the function that necessitate a modification of patient's normal life and has persist over an extended period of time. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? നമ്മളുടെ ബോഡിയുടെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗൻ്റെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനിലോ എന്ത് വരികയാണ്? ചേഞ്ച് വരികയാണ്, ഇമ്പയർമെൻറ്റ് വരികയാണ്. സോ അതെന്ത് ചെയ്യും? ഇറ്റ് മോഡിഫൈസ് ദ പേഷ്യൻസ് നോർമൽ ലൈഫ്. നോർമൽ ലൈഫിനെ അതെന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്യാണ്. നമ്മളുടെ നോർമൽ ഫങ്ഷനിങ്ങിലും എല്ലാം അതെന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്യാണ്. ആൻഡ് അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് എക്സ്റ്റെൻഡഡ് എ പീരീഡ് ഓഫ് ടൈം. ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും ഈ ഒരു കണ്ടീഷൻ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ബോഡിലി സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഫങ്ഷനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ്, അൺവാണ്ടഡ് ചേഞ്ചസ്, ആൻഡ് അതെന്ത് ചെയ്യും? ഇറ്റ് അഫക്ട്സ് ദ പേഷ്യൻസ് നോർമൽ ലൈഫ്. ആൻഡ് അതെന്ത് ചെയ്യുന്നുണ്ട്? പെർസിസ്റ്റ് ഓവർ എ
ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. അങ്ങനെയുള്ള ഡിസീസസിനെ നമ്മൾ ക്രോണിക് ഡിസീസസ് എന്ന് പറയും. അപ്പോൾ മിക്ക നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും എന്താണ്? ക്രോണിക് ഡിസീസസ് ആണ്. ഓക്കെ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്? ക്രോണിക് ഡിസീസസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ദ കമ്മീഷൻ ഓഫ് ക്രോണിക് ഇൽനെസ് ഇൻ USA has defined chronic diseases as comprising all impairment or deviations from normal. അതായത് നമ്മളുടെ നോർമൽ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ഒരു ഓർഗൻ്റെ സ്ട്രക്ചറിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച് വരികയാണെങ്കിൽ വിച്ച് ഹാവ് വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ്. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അതെന്താണ്? നമ്മളുടെ നോർമൽ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുന്ന, അതും കുറച്ച് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഡിസീസസിനെയാണ് നമ്മൾ ക്രോണിക് ഡിസീസസ് അതിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യുന്നത്. സോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്? ഒരു ക്രോണിക് ഡിസീസാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഒബിസിറ്റി, സിസ്റ്റിക് ഫൈബ്രോസിസ്, ALS, ഡെമൻഷ്യാസ്, ആർത്രൈറ്റിസ്, ആസ്മ, ഇൻഫ്ലമേറ്ററി ബോവൽ സിൻഡ്രം അല്ലെങ്കിൽ ഡിസീസ്, COPD, ക്യാൻസർ, ഈറ്റിംഗ് ഡിസോർഡർ, ഹാർട്ട് ഡിസീസസ്, ഇതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരും? ഈ ക്രോണിക് ഡിസീസസ് അതേപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. അതായത് നമ്മളുടെ എന്തെങ്കിലും ചേഞ്ചസ് കാരണം, അല്ലെങ്കിൽ നമ്മളെ മേ ബി എന്തെങ്കിലും എൻവയൺമെൻറ്റൽ ഫാക്ടർ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ആക്ടിവിറ്റി കാരണമോ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന, നമ്മളുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ആൻഡ് അതെന്ത് ചെയ്യും? കുറച്ച് പീരീഡ് ഓഫ് ടൈമിലേക്ക് നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മളിൽ നിന്ന് അതാർക്കും എന്ത് ചെയ്യില്ല? കൈമാറി കൊടുക്കില്ല, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യില്ല. അങ്ങനെയുള്ള ഡിസീസസിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, NCD എന്ന് പറയും, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇത് ക്രോണിക് ഡിസീസസും കൂടിയാണ്. സോ അതെന്താണ്? ഇറ്റ് പെർസിസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ക്രോണിക് ഡിസീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പെർമനൻ്റ് ആയിരിക്കും. മിക്ക ക്രോണിക് ഡിസീസസും എന്തായിരിക്കും? പെർമനൻ്റ് ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ ലൈഫ് ലോങ് കാണാൻ ചാൻസ് ഉള്ളതായിരിക്കും. ആൻഡ് ഇറ്റ് ലീവ് റെസിഡ്യുവൽ ഡിസബിലിറ്റി. ചിലപ്പം ആ ഡിസീസ് വന്ന് പോവുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. ആ ഡിസീസ് വന്നതിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു മാർക്ക് എന്ന പോലെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി നമുക്ക് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ആർ കോസ്ഡ് ബൈ നോൺ റിവേഴ്സിബിൾ പാത്തോജനിക് ആൾട്ടറേഷൻ. അതായത് നമുക്ക് പനിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്താണ്, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് മാറും, അതിൻ്റെ ഫുൾ കണ്ടീഷൻസ് പോവും. ആ പാത്തജൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂ ഉണ്ടാക്കിയ, വൈറസ് ഉണ്ടാക്കിയ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് പോവും. അതായത് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് എന്തായിരിക്കും? നോൺ റിവേഴ്സിബിൾ ആയിട്ടുള്ള പാത്തോജനിക് ആൾട്ടറേഷൻസ് ആയിരിക്കും മിക്കപ്പോഴും ഇത് കോസ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ടു റീഹാബിലേഷന് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇറ്റ് മേ ബി എക്സ്പെക്റ്റഡ് ടു റിക്വയർ എ ലോങ് പീരീഡ് ഓഫ് ഒബ്സർവേഷൻ, അതേപോലെ സൂപ്പർവിഷൻ ആൻഡ് കെയർ കൊടുക്കേണ്ടി വരും. അതായത് കാരണം ഇതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് ലോങ് എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് അത് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നമ്മൾ ആ അത്രയും നാളും ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്യേണ്ടി വരും. അതേപോലെ ടെസ്റ്റുകൾ, സൂപ്പർവിഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് അത് വരാതിരിക്കാനും അല്ലെങ്കിൽ അത് കൂടാതിരിക്കാനുള്ള കെയർ നമ്മൾ എടുക്കേണ്ടി വരും. സോ ഇത്രയും ക്യാരക്ടേഴ്സാണ് മെയിനായിട്ടും ക്രോണിക് ഡിസീസസിന് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇൻ ഷോർട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇനി എത്രയാണ് ആ ഒരു അളവ് വേണമല്ലോ. അതായത് എത്ര നാൾ വരെ ഉള്ള, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പനിയാണെങ്കിലും ചിലർക്കൊക്കെ ഒരു 2-3 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കും, ചിലർക്കൊക്കെ 1 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കും. അപ്പോൾ അതിനെ നമുക്ക് ക്രോണിക്കിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ലല്ലേ. സോ നമുക്ക് അതിനൊരു എന്താ പറയുക, ഒരു ബേസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കണം. ഇത്തരത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം? ക്രോണിക് ഡിസീസ് എന്ന് കൺസിഡർ ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 months ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3 months. ഓക്കെ, അതിൽ കൂടുതലായിരിക്കും. നമുക്ക് മിനിമം 3 months വരെ പെർസിസ്റ്റ് ചെയ്യുന്നതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ക്രോണിക് ഡിസീസസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ
യഥാർത്ഥത്തിൽ ഒരു ഇന്റർനാഷണൽ ഡെഫിനിഷൻ ഒന്നും ഇല്ല ഇത്ര ടൈമിലാണ് അതിൻ്റെ ഒക്കറൻസ് നടക്കുക അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളൊരു ഡെഫിനിഷൻ ഒന്നും ഇല്ല. ബട്ട് നമുക്കതൊരു കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് 3 months എന്നുള്ളൊരു ഡ്യൂറേഷൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ക്രോണിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസീസസിന്. സോ ക്രോണിക് കണ്ടീഷൻസ് ആർ ജനറലി ദോസ് ദാറ്റ് ഹാവ് ആഡ് എ ഡ്യൂറേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3 months എങ്കിലും അത് ഉണ്ടായിരിക്കണം. അതിൽ കൂടുതലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്രോണിക് ഡിസീസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു 3 months അതിൽ കൂടുതൽ, 3 months കൂടുതലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ക്രോണിക് ഡിസീസസ് ആയിട്ട് മിക്കപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക, അറ്റ്ലീസ്റ്റ് 3 months എങ്കിലും അത് പെർസിസ്റ്റ് ചെയ്യുകയാണ്. അതിൽ കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം, ക്രോണിക് ഡിസീസസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കുറച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിനെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിൽ ഓരോ പറ്റി പഠിക്കാനുണ്ട്. ബട്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഈ കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഹാർട്ടിനുണ്ടാവുന്ന, നിങ്ങൾ സർക്കുലേറ്ററി സിസ്റ്റത്തിലും ഹാർട്ടിനുമായിട്ട് വരുന്നതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. റീനൽ ഡിസീസസ് അല്ലെങ്കിൽ റീനൽ കണ്ടീഷൻസിനെ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിളിൽ, അതായത് കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ മെൻ്റൽ ഡിസീസസ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ മസ്കുലോ സ്കെലറ്റൽ കണ്ടീഷൻസ് സച്ചസ് ആർത്രൈറ്റിസ് അല്ലെ, അതേപോലെ അലൈഡ് ഡിസീസസ്, ക്രോണിക് നോൺ സ്പെസിഫിക് റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഇല്ലേ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫസിമ, ആസ്മ, ഇതൊക്കെ നമുക്ക് എന്തിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം, ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓർക്കുക, കാർഡിയോവാസ്കുലർ ഡിസീസസ്, റീനൽ, നെർവസ്, പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് റെസ്പിറേറ്ററി, നോൺ സ്പെസിഫിക് റെസ്പിറേറ്ററി ഡിസീസസ്. ഓക്കെ, സോ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫസിമയും അതുപോലെ ആസ്മയും. പിന്നെ നമ്മൾ സ്കെലറ്റൽ കണ്ടീഷൻസിൽ വരുന്ന ഈ ആർത്രൈറ്റിസും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ? സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസീസസിൽ വരുന്നത്. ഏതൊക്കെയാണ്? കാർഡിയോവാസ്കുലർ ഡിസീസ്, റീനൽ ഡിസീസസ്, നെർവസ് സിസ്റ്റം ആൻഡ് മെൻ്റൽ ഡിസീസസ് വരുന്നുണ്ട്. പിന്നെ മസ്കുലോ സ്കെലറ്റൽ കണ്ടീഷൻസ് ലൈക്ക് ആർത്രൈറ്റിസ് വരുന്നുണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഡിസീസസ് ആയിട്ടുള്ള ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ട്, എംഫസിമ ഉണ്ട്, ആസ്മ വരുന്നുണ്ട്. ഇനി ചില ആക്സിഡൻസോ അല്ലെങ്കിൽ നമ്മൾ പ്രായമായതിൻ്റെ സെനിലിറ്റി വഴിയോ, അതായത് പ്രായം ആയതുകൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ലൈക്ക് ആക്സിഡൻസ്, അതായത് ചില ആക്സിഡൻസിൻ്റെ ഒരു പെർമനൻറ്റ് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നതിനെ ഒരു ക്രോണിക് ഡിസീസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പ്രായമായതുകൊണ്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസ്, അതിനെ നമ്മൾ ക്രോണിക് ഡിസീസായിട്ട് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ്നെസ്, ഓക്കെ, ബ്ലൈൻഡ്നെസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യാൻസർ, ഡയബറ്റിസ്, ഒബസിറ്റി ആൻഡ് മെറ്റബോളിക് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഡിസീസസ് എല്ലാം എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കിയേ, ആക്സിഡൻസിൻ്റെ പെർമനൻറ്റ് റിസൾട്ട്സ്, അതേപോലെ സെലിനിറ്റി, അതായത് സെനിലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യമായിട്ട് വരുന്ന ആ കണ്ടീഷൻസിൽ അത് ബ്ലൈൻഡ്നെസ്, ക്യാൻസർ, ഡയബറ്റിസ്, ഒബസിറ്റി, അതേപോലെ മെറ്റബോളിക് ആൻഡ് ഡീജനറേറ്റീവ് ഡിസീസസ് എല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന ഇത്രയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ക്യാൻസർ ആൻഡ് ഡയബറ്റിസും ഒക്കെ നമുക്കൊന്ന് നോക്കാനും ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെയാണോ ഒന്നുകൂടെ നോക്കൂ. കാർഡിയോവാസ്കുലർ ഡിസീസസ് വരുന്നുണ്ട്, റീനൽ കണ്ടീഷൻസ് വരുന്നുണ്ട്, നെർവസ് ആൻഡ് മെൻ്റൽ ഡിസീസസ് വരുന്നുണ്ട്, പിന്നെ ആർത്രൈറ്റിസ് പോലത്തെ സ്കെലറ്റൽ കണ്ടീഷൻ, മസ്കുലോ സ്കെലറ്റൽ കണ്ടീഷൻസ് ഉണ്ട്, പിന്നെ റെസ്പിറേറ്ററി ഡിസീസസ് ആയിട്ടുള്ള ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫസിമയും ആസ്മയും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പെർമനൻ്റ് ആയിട്ട് ആക്സിഡൻറ്റിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ, സെനിലിറ്റി വഴി, അതായത് വാർദ്ധക്യം കൊണ്ടുണ്ടാവുന്നത്, ബ്ലൈൻഡ്നെസ്, ക്യാൻസർ, ഡയബറ്റിസ്, ഒബസിറ്റി, ഇതെല്ലാം എന്തായിട്ട് കൺസിഡർ ചെയ്യാം, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഫോർ വൺ റീസൺ, അതായത് എന്തുകൊണ്ട് നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നു അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് കൂടുന്നു, ഇപ്പോൾ കൂടുതലാണ് നമ്മൾ ഒരു സൊസൈറ്റിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസസിനെക്കാളിലും അല്ലെങ്കിൽ ഇങ്ങനെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെക്കാളിലും കൂടുതൽ എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. നമ്മളെ വീട്ടിൽ ഒരാൾക്ക് പോലും എടുത്തു നോക്കിയാൽ ചിലപ്പോൾ എന്താണ്, ഹൈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ, ഷുഗർ,
ദാറ്റ് ഡയബറ്റീസ്, ഇങ്ങനത്തെ കണ്ടീഷൻസ്, ഡയബറ്റീസ് ഒക്കെ ഇപ്പോൾ എന്താണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. അതെന്താണ്, ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി ആണ് കേട്ടോ. ലൈഫ് എക്സ്പെക്റ്റൻസി എന്തായിരിക്കും ഇപ്പം ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മളുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഒക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ടും പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലും കുറച്ചുകൂടെ ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ടും എന്ത് സംഭവിക്കും, ലൈഫ് എക്സ്പെക്റ്റൻസി കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണോ, ഒരുപാട് ആൾക്കാർ പണ്ടൊരു 60-55 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് കുറേ ആൾക്കാരൊക്കെ എന്ത് പറ്റും, അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവാറുണ്ട്. ബട്ട് ഇപ്പം അത് കൂടുതലാണ്. അതിനെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്, എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ളത്. സോ അതിപ്പോൾ ഭയങ്കര കൂടുതലാണ്. 80-90 ഒക്കെ വയസ്സാവുന്നവരും ജീവിച്ചിരിപ്പുണ്ട്. സോ ഇങ്ങനെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ഏജ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, ഈ വാർദ്ധക്യപരമായിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ഇതെല്ലാം എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇൻഫെക്ഷ്യസ് അല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസ് വരും. ഓൾഡ് ഏജ് പീപ്പിളിൽ അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് ഉണ്ടാവും. സോ ഇൻക്രീസിങ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസുമായിട്ടൊരു ലിങ്ക് ഉണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായതുകൊണ്ട് തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും കൂടുതലായിട്ട് കാണാറുണ്ട്. ബിക്കോസ് ഓൾഡ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ എണ്ണം വളരെ കൂടുതലാണ്. സോ അവർക്കുണ്ടാവുന്ന ക്രോണിക് ഡിസീസസും കാണും. വേരിയസ് കൈൻഡ് ഓഫ് ക്രോണിക് ഡിസീസസ് അവർക്ക് കാണാറുണ്ട്. ഓക്കെ ആണല്ലോ. സോ വൺ റീസൺ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി ആണ്. ബിക്കോസ് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്ക കൺട്രീസിലും. സോ ദ ഗ്രേറ്റർ നമ്പർ ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡർ ഏജസിലോട്ട് ലിവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് എന്താണ്, ക്രോണിക് ഡിസീസസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ റീസൺ, അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, അതേപോലെ ബിഹേവിയർ പാറ്റേൺ. ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയർ പാറ്റേൺ ആണ്. അതായത് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ എന്താണ്, ഭയങ്കര ചേഞ്ചാണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. നമ്മളിപ്പോൾ എന്താണ്, കൂടുതലും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഫുഡും ഒരുപാട് ദേഹം അനങ്ങിയുള്ള പണികളും ആയിരുന്നെങ്കിൽ ഇപ്പം നേരെ തിരിച്ചാണ്. നമ്മൾ മിക്കവരും എന്താണ്, അനങ്ങാതുള്ള പണികളും നമ്മൾ കഴിക്കുന്നതും നമുക്ക് വേണ്ടാത്ത രീതിയിലുള്ള പല അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫുഡുമാണ് നമ്മളിപ്പം കൺസ്യൂം ചെയ്യുന്നത്. സോ അതെന്താണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ഒരു ചേഞ്ചാണ്. സോ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കാരണം എന്താ ഉണ്ടാവുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ ചില ആൾക്കാരെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നും വിളിക്കാറുണ്ട്. ലൈക്ക് ഇവരെ പോലെ ഡയബറ്റിസ്, ക്യാൻസർ, ഒബിസിറ്റി, ഹൈ കൊളസ്ട്രോൾ, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം എന്താണ്, ഈ ഷുഗർ, അതായത് ഡയബറ്റീസ് ആയിട്ടുള്ള കണ്ടീഷൻ, ഇതൊക്കെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ആ ഒരു ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസസ് ആണ്. സോ ദീസ് ആർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ റീസൺ ഫോർ ദ ഇൻക്രീസ് ഇൻ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഏതൊക്കെയാണ്, ഒന്ന് ഇൻക്രീസിങ് ലൈഫ് എക്സ്പെക്റ്റൻസി, രണ്ടാമത്തെ എന്താണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ്. സോ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന ഡിസീസസ് അല്ലെങ്കിൽ കണ്ടീഷൻസിന് കുറച്ച് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്, ഒബിസിറ്റി വരുന്നുണ്ട്, ഹൈ കൊളസ്ട്രോൾ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ് ആൻഡ് ക്യാൻസർ. ഓക്കെ, എല്ലാ ക്യാൻസറും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്നതല്ല. ചിലതൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്നത് കേട്ടോ. ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് ക്രോണിക് ഡിസീസ് ഓൺ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ഈസ് വെരി സീരിയസ് വെൻ മെഷർഡ് ഇൻ ടേംസ് ഓഫ് ലോസ് ഓഫ് ലൈഫ്, ഡിസേബിൾമെന്റ്, അതേപോലെ ഫാമിലി ഹാർഡ്നെസ്, പോവർട്ടി, ഇതൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിക് ലോസ്, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പം അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് ഈ ക്രോണിക് ഡിസീസസിന്. നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ഇമ്പാക്റ്റ് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഡ്യൂറിങ് 2016 57 മില്യൺ ഡെത്ത് എന്ന് പറയുന്ന ആ ടോട്ടൽ 57 മില്യൺ ഡെത്തിൽ 41 മില്യണും എന്തുകൊണ്ടാണ്, NCDs അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ടാണ്. അപ്പം ഡ്യൂറിങ് 2016 ഒരു കണക്കാണ് ഈ കൊടുത്തിരിക്കുന്ന. ടോട്ടൽ 57 മില്യൺ ഡെത്തിനകത്ത് 41 മില്യണും എന്ത് തന്നെയാണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ മെയിനായിട്ടും വന്നിരിക്കുന്ന ഏതൊക്കെയാണ്, കാർഡിയോവാസ്കുലർ ഡിസീസസും ക്യാൻസറും അതേപോലെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസും കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കാണുന്നതുമായിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഏതൊക്കെയാണ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, ക്യാൻസർ ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്. ക്ലിയർ? ഏതൊക്കെയാണ്, കാർഡിയോവാസ്കുലർ, ക്യാൻസർ ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്.
അപ്പം ആ ഒരു വാല്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 2016 57 ആണ് ടോട്ടൽ ഡെത്ത്. അതിൽ 41 മില്യണും എന്ത് തന്നെയാണ് NCDs അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അതും ആരൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കാർഡിയോവാസ്കുലർ ഡിസീസും ക്യാൻസറും അതേപോലെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസും കൊണ്ടാണ് മെയിനായിട്ടുള്ള ഈ കണ്ടീഷൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരു ഡേറ്റ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെ ഡിസീസ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 3 ഉണ്ടല്ലോ, അത് എത്രയൊക്കെ വീതം അല്ലെങ്കിൽ എത്ര വാല്യൂ ആണ് വന്നതെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം, അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര ആണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുകയാണ് ഇത്. നോക്കിയേ, NCD ആണ് കേട്ടോ. NCD ഡെത്ത് 2016 നമ്മൾ പറഞ്ഞു 41 മില്യണും എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാർഡിയോവാസ്കുലർ എന്ന് നമ്മൾ പറഞ്ഞു. കാർഡിയോവാസ്കുലർ ഡിസീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം എത്രയാണ്? 17.9 മില്യൺ ഡെത്തും കാർഡിയോവാസ്കുലർ ഡിസീസ് കൊണ്ട് ഉണ്ടായതായിരുന്നു. ദാറ്റ് മീൻസ് ടോട്ടൽ NCD ഡെത്തിൻ്റെ 44% എന്താണ്? കാർഡിയോവാസ്കുലർ ഡിസീസ് കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പം 57 41 എന്താണ്? NCD കൊണ്ടുള്ള ഡെത്താണ്. അതിൽ തന്നെ ഈ 41 മില്യൺ ആണ് കേട്ടോ. അതിൽ തന്നെ 44% എന്താണ്? കാർഡിയോവാസ്കുലർ ഡിസീസ് കൊണ്ട് ഉണ്ടായതാണ്. ഓക്കെ, 41%ഉം കാർഡിയോവാസ്കുലർ ഡിസീസ് കൊണ്ട് ഉണ്ടായതാണ്. അതിൽ 16% ആണ് ക്യാൻസർ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. 16% മാത്രമാണ് എന്ത്? ക്യാൻസർ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നെ റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് അങ്ങനത്തെ ഡിസീസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് 9% ആണ്. എത്രയാണ്? 9% ആണ്. ഓക്കെ, 9% ആണ് അത്. പിന്നെ ഡയബറ്റീസ് കൊണ്ടുള്ള കുറച്ച് ഡെത്ത് ഉണ്ട്, അതെന്ന് പറയുന്നത് ഓൺലി 4% ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അത്ര ഈ വാല്യൂസ് ഒന്നും നിങ്ങൾ അത്ര ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCD അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരുപാട് ഡെത്തിൽ, അതായത് NCDയുടെ ഒരുപാട് ഡെത്തിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കാണിക്കുന്ന ഏതാണ്? കാർഡിയോവാസ്കുലർ ഡിസീസസ് കൊണ്ടുള്ള ഡെത്താണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ക്യാൻസർ, അത് കഴിഞ്ഞ് റെസ്പിറേറ്ററി ഡിസീസസ് ആണ്, പിന്നെ കുറച്ച് എമൗണ്ടിൽ ഡയബറ്റീസ് കൊണ്ടുള്ള ഡെത്തും വരാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, പിന്നെ ഏതാ വരിക? ക്യാൻസർ, റെസ്പിറേറ്ററി ഡിസീസസ് ആൻഡ് ഡയബറ്റീസ്. ഈ 4 മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നമുക്ക് നോക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇനി ഇന്ത്യയിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിൽ എന്താണ് ഇൻക്രീസ് വരികയാണ്. അതായത് NCDസിൻ്റെ ലെവൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഹൈ റിസ്കിലേക്ക് എത്തുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഓക്കെ, സോ ഇന്ത്യ ഈസ് എക്സ്പീരിയൻസിങ് എ റാപ്പിഡ് ഹെൽത്ത് ട്രാൻസിഷൻ വിത്ത് എ റൈസിങ് ബേർഡൻ ഓഫ് NCDs. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ മോർബിഡിറ്റിയിലും അതേപോലെ മോർട്ടാലിറ്റിയിലും ഉള്ള ഇൻക്രീസ്, അല്ലെങ്കിൽ ആ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മോർബിഡിറ്റി അതേപോലെ മോർട്ടാലിറ്റിയിൽ എന്തുണ്ടാവുന്നുണ്ട്? ഈ ഒരു NCDയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ മോർട്ടാലിറ്റി ആണെങ്കിലും NCD കാരണമായിരിക്കും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുന്നത്. സോ അത് അർബൻ സ്ഥലങ്ങളിലാണെങ്കിലും പോപ്പുലേഷനിലാണെങ്കിലും റൂറൽ പോപ്പുലേഷനിലാണെങ്കിലും ഇത് ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ സാധാരണ എപ്പോഴും പറയും കുറച്ചുകൂടെ എന്താണ് അർബൻ സിറ്റീസിലായിരിക്കും ഈ ഒരു കണ്ടീഷൻ വരുന്നതെന്നാണ്. ബട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല. അർബനിലായാലും റൂറൽ പോപ്പുലേഷനിലായാലും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. അതായത് NCD കൊണ്ടാണ് കൂടുതലും മോർട്ടാലിറ്റി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നതിന് കാരണം ഈ NCDs ആണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കൂടുതലും കാണുന്നത് ഈ ഒരു നമ്മൾ പ്രൊഡക്റ്റീവ് ഏജ് എന്ന് കൺസിഡർ ചെയ്യുന്ന ആ ഒരു 35 to 64 ഇയേഴ്സ് ആ ഒരു ഏജിലുള്ളവർക്കാണ് കൂടുതലും ഈ NCDs ഇപ്പം കണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടുതലായിട്ടും അത് നമ്മളെ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലും ഈ NCDs ഇപ്പം കൂടുതൽ കണ്ടുവരുന്നത്. ക്ലിയർ? സോ ഇന്ത്യയിലും എന്താണ് NCDസിൻ്റെ എണ്ണം കൂടി വരികയാണ്, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഇന്ത്യയിലും മെയിനായിട്ടും ഈ നാല് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ട 4 തന്നെയാണ് കൂടുതലും മോർട്ടാലിറ്റിക്ക് കാരണമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്, അതേപോലെ ഡയബറ്റീസ്. ഈ 4 തന്നെയാണ് ഇന്ത്യയിലും ഡെത്തിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം. നോർമൽ ആക്സിഡൻസോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഡെത്തുകൾ വരില്ലേ, അതായത് ഇപ്പം നമ്മൾ ആക്സിഡൻ്റ് കൊണ്ട് മരിക്കാം,
അല്ലെങ്കിൽ ഇപ്പം ബർത്തിൻ്റെ ടൈമിൽ മരിക്കുക, അങ്ങനത്തെ പല കണ്ടീഷൻസ്, അതേപോലെ ഇൻഫെക്ഷൻ ഡിസീസസ് വന്ന് മരിക്കാം. അതിനേക്കാളും ഇപ്പം എന്താണ് കൂടുതൽ NCDs കൊണ്ടുള്ള ഡിസീസസ് ആണ്, ഡെത്ത് ആണ് കൂടുതൽ. അതിൽ തന്നെ ഏതൊക്കെ NCDs ആണ്? കാർഡിയോവാസ്കുലറും ക്യാൻസറും ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസും അതേപോലെ ഡയബറ്റിസും ആണ്. ഇപ്പം നമ്മൾ കൂടുതലും ഇപ്പം നമ്മളുടെ ഏരിയയിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, അതായത് 30-40 വയസ്സിനിടയിലുള്ള ഒരുപാട് പേര് എന്താണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അതിന് കാരണം എന്താണ്? നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് ആണ്. സോ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. സോ ദാറ്റ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റാണ്? അതിങ്ങനെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, സോ 4 ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം. അതായത് ഈ NCDsന്റെ നമ്പർ കൂടാനുള്ള കാരണം ഈ 4 ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണത്? ടൊബാക്കോ യൂസ്, ഓക്കെ, പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺഹെൽത്തി ആയിരിക്കും. അതായത് നമ്മൾ കുറച്ചും കൂടെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇപ്പം നമ്മൾ കൂടുതലും കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചും ഹോട്ടൽസിൽ നിന്നൊക്കെ വാങ്ങിച്ചും അതൊക്കെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. സോ അത് നമ്മുടെ ബോഡിക്ക് എന്താണ്? അൺഹെൽത്തി ആണ്. സോ അൺഹെൽത്തി ഡയറ്റ്സ്. പിന്നെ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, അതായത് നമ്മൾ കൂടുതലും ഇപ്പം എല്ലാവരുടെയും ജോബ് എന്ന് പറയുന്നത് എന്താണ്? ഡെസ്ക് ജോബ്സ് ആണ്. കൂടുതലും ഇരുന്നൊക്കെയാണ് നമ്മൾ ജോബ് ചെയ്യുന്നത്. ജോലി കൂടുതലും ചെയ്യുന്നത് നമ്മൾ ഇരുന്നൊക്കെയാണ്. അപ്പം അങ്ങനെ എന്താണ്? നമുക്ക് വേറെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ദാറ്റ് അതുകൊണ്ട് ഈ കൊളസ്ട്രോൾ, ഷുഗർ, അതേപോലെ പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് കൂടുതലാണ്. സോ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, അതേപോലെ വരുന്നതാണ് ആൽക്കഹോൾ. ഈ 4 എണ്ണമാണ് മെയിനായിട്ടും NCDs അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് ഒരു കാരണം എന്ന് നമുക്ക് പറയാം. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ടൊബാക്കോ യൂസ്, അൺഹെൽത്തി ഡയറ്റ്, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ആൻഡ് ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ. ഓക്കെ, സോ ദീസ് ആർ ദ 4 ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസീസസ് അല്ലെങ്കിൽ NCDsന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള 4 റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ടൊബാക്കോ യൂസ്, unhealthy diet, physical inactivity and the use of alcohol, harmful use of alcohol ആണ്. ഓക്കെ, സോ ഇതൊക്കെ കൊണ്ട് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒബസിറ്റി. നമുക്ക് വേണ്ട വെയിറ്റിനേക്കാളും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുന്നതിനാണ് അതായത് നമ്മുടെ ഹൈറ്റ് ടു ഏജിൻ്റെ ആ ഒരു റേഷ്യോക്ക് അനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. ബട്ട് നമ്മൾ ഈ അനങ്ങാതിരിക്കുകയും ഓവർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഒബസിറ്റി ഉണ്ടാവുന്നുണ്ട്. അടുത്തൊരു കണ്ടീഷനാണ് റൈസ്ഡ് ബ്ലഡ് പ്രഷർ. നമ്മുടെ BP കൂടാറുണ്ട്. പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട്, ഷുഗറിൻ്റെ എമൗണ്ട് കൂടാറുണ്ട്. പിന്നെ നമ്മളുടെ കൊളസ്ട്രോളിൻ്റെ എമൗണ്ടും കൂടാറുണ്ട്. സോ ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ട്, അതായത് ടൊബാക്കോ യൂസ്, അൺഹെൽത്തി ഡയറ്റ്, ഇനാക്ടിവിറ്റി, അതേപോലെ ആൽക്കഹോളിൻ്റെ യൂസ് കാരണം നമുക്കുണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒബിസിറ്റി ഉണ്ടാവാറുണ്ട്, ബ്ലഡ് പ്രഷർ റൈസ് ചെയ്യാറുണ്ട്, ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് റൈസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവലും റൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അറിയാമല്ലോ, നമ്മളിപ്പം കൂടുതലും എന്താണ്, നമ്മൾ മുക്കിനും ഹോട്ടൽസാണ്. ആ ഹോട്ടൽസിൽ നിന്നൊക്കെ എന്താണ് നല്ല നല്ല സ്മെല്ല് വരികയും ചെയ്യും, നമ്മൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് കയറുകയും ചെയ്യും. അതിനകത്ത് വരുന്ന മിക്കതും എന്താണ്? ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ഹൈലി പ്രോസസ്ഡ് എന്ന് പറയുമ്പം അതിനകത്തുള്ള പല ന്യൂട്രിയൻ കണ്ടന്റും എന്താണ് മാറിയിട്ട്, ഗുഡായിട്ടുള്ള ന്യൂട്രിയൻ കണ്ടന്റ് ഒക്കെ മാറിയിട്ട് കുറച്ചും കൂടെ നമുക്ക് വേണ്ടാത്ത രീതിയിൽ ട്രാൻസ് ഫാറ്റ്സും അങ്ങനത്തെ ഫാറ്റ്സും ഒക്കെ അടങ്ങിയ ഫുഡാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. മൈദ, അതിനകത്തൊക്കെ എന്താണ് ഫുൾ ഷുഗേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അതുവഴി, വിച്ച് ക്യാൻ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ മൊത്തം കഴിക്കുന്നത്. പിന്നെന്താണ് ക്യാൻഡ് ഫുഡ്സ്, പിന്നെ കുറേ ഡ്രിങ്ക്സ് ഉണ്ടല്ലേ, അതായത് ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസൊന്നും അല്ലാതെ കുറേ ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യാണ്. ഇതുവഴി എന്ത് പറ്റുന്നുണ്ട്? ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നുണ്ട്. അതേപോലെ നമ്മൾ സോൾട്ടിൻ്റെ എമൗണ്ട് കൂടുതലാണ് കൺസ്യൂം ചെയ്യുന്നത്, വിച്ച് ക്യാൻ ലീഡ്സ് ടു ഹൈ ബ്ലഡ് പ്രഷർ. അങ്ങനെ പല കണ്ടീഷൻസും നമുക്ക് കോസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഓക്കെ, ലൈക്ക് ഫിസിക്കൽ ഇനാക്ടിവ്നെസ് അല്ലെങ്കിൽ അൺഹെൽത്തി ഡയറ്റ്, അതേപോലെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് കൂടുന്നത്, അതേപോലെ ടൊബാക്കോ യൂസ്, ഇതൊക്കെയാണ് മെയിൻ കോസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച്, എത്ര ഏജിലൊക്കെയാണ് ഈ ഡിസീസ് വന്ന് മരിക്കുന്ന അല്ലെങ്കിൽ മരണം ഉണ്ടാവുന്നതെന്നൊന്ന് നോക്കുകയാണെങ്കിൽ, പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ് ബിറ്റ്വീൻ ഏജ് ഓഫ് 30 to 70,
30-യുടെയും 70-യുടെയും ഇടയിൽ മരണം ഉണ്ടാവുന്നത്. അതിന് എത്ര പെർസെൻറ്റേജ് ആണ്? 23% ആണ് വരുന്നത്. ഓക്കെ, അതിൽ ആണുങ്ങൾക്കാണ് കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. 27% ഇൻ മെന്നും 20% ഇൻ വിമനും ഈ NCDs കൊണ്ടുള്ള ഡെത്താണ് കാണിക്കുക. ഓക്കെ, അതും ഏജ് 30 to 70. 30ക്കും 70ക്കും ഇടയിലുള്ള ഡെത്താണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏജ് 30 to 70യുടെ ഇടയിലുള്ള ആ ഡെത്ത് റേഷ്യോ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ 23%ഉം മരണം സംഭവിക്കുന്നുണ്ട് ഈ ഒരു ഏജിൻ്റെ ഇടയിൽ. എന്തുകൊണ്ട്? NCDs ഉണ്ട്. അതിൽ തന്നെ 27% ആണ് ആണുങ്ങളുടെ റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയാം. പെണ്ണുങ്ങളിൽ 20% ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? 1/4 ഓഫ് ദ ആൾക്കാരും ഒരു 30 years ഓൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ 1/4 എന്തുകൊണ്ട് മരിക്കുന്നുണ്ട്? ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ട് മരിക്കുന്നുണ്ട്. അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. സോ ആ ഒരു റേഷ്യോസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസീസ് റേഷ്യോസ് ആണ്, അതായത് NCDs കൊണ്ട് മരിക്കുന്നത് നോക്കിയാൽ അത് NCDs ആണ്. മെയിനായിട്ടും ഡയബറ്റിസ് 3%, ടോട്ടലിൽ 3% എന്താണ് ഡയബറ്റിസ് കൊണ്ടുള്ള ഡെത്താണ്. പിന്നെ ഇതാ ഈ ഒരു 11% എന്ന് പറയുന്നത് ക്രോണിക് ഡിസീസസ് കൊണ്ടുണ്ടാവുന്ന ഡെത്താണ് കേട്ടോ. ഈ ഒരു 11% എന്ന് പറയുന്നത് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് കൊണ്ടുള്ള ഡെത്താണ്. ഈ 9% എന്ന് പറയുന്നതാണ് ക്യാൻസർ കൊണ്ടുണ്ടാവുന്ന ഡെത്ത്. ദിസ് ഈസ് CVD, കാർഡിയോവാസ്കുലർ ഡിസീസ്. CVD എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ് കേട്ടോ. അത് 27% ആണ്. പിന്നെ ഇഞ്ചുറീസ് കൊണ്ടുണ്ടാവുന്നത് 11% ആണ്. പിന്നെ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ളതും അതായത് ഇൻഫെഷ്യസ് ഡിസീസസും അതേപോലെ മറ്റേണൽ, പെരിനേറ്റൽ, ന്യൂട്രീഷണൽ കണ്ടീഷൻസ് കൊണ്ടുണ്ടാവുന്ന ഡെത്താണ് ഈ 26%. അപ്പോൾ ഒന്ന് നോക്കി, ആകെതാ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ബാക്കിയുള്ള കണ്ടീഷൻസും ഈ ഒരു 26% മാത്രമേ ഉള്ളൂ. 11% എന്തിൽ വരുന്നുണ്ട്? ഇഞ്ചുറീസ് കൊണ്ടുണ്ടാവുന്ന ഡെത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് നോക്കിക്കേ NCDs ആണ്. ബാക്കി ഒരു മേജർ പോർഷനും എന്തുകൊണ്ടാണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൊണ്ടാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് താണ്ടേ കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. അപ്പോൾ ഏറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. അത് കഴിഞ്ഞ് നിൽക്കുന്ന ഏതാണ്? ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് ആണ് 11%. ദെൻ കംസ് ദ ക്യാൻസർ, അടുത്ത ആള് ക്യാൻസർ ആണ്. ആൻഡ് ദെൻ ഡയബറ്റിസ്. ഓക്കെ, ഡയബറ്റിസ്. പിന്നെ ബാക്കി വരുന്ന NCDs ആണ് 13% കാണിക്കുന്നത്. ഓക്കെ, അത് എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ടോട്ടലാണ് 13. അല്ലാതെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് വേണ്ട കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് റെസ്പിറേറ്ററി ഡിസീസസ്, പിന്നെ ക്യാൻസർ, പിന്നെ ഡയബറ്റിസ്. ക്ലിയർ ആണല്ലോ? സോ ഈ 4 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതും ആയിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ,